ഇന്നത്തെ യങ് അഡോളസൻ്റ് ഏജിലെ കുട്ടികളുടെ ഇടയിൽ സ്ലീപ്പ് ഡിസോർഡർ, കോണ്ടക്റ്റ് ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡർ, സെക്ഷുവൽ ഡിസോർഡർ തുടങ്ങി ബിഹേവിയറൽ ഡിസോർഡർ, പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് ന്യൂ ഏജ് പുതുതലമുറയ്ക്ക് ഈ സൈബർ ബുള്ളിങ്, ബോഡി ഷെയ്മിങ്, സ്വന്തം ശരീരത്തെക്കുറിച്ച്, സ്വന്തം മാനസിക നിലയെക്കുറിച്ച് തന്നെ അവർക്ക് സംശയം, കൺഫ്യൂഷൻസ്, അതിനാൽ ആത്മഹത്യ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരികളുടെ ഇടയിൽ. ഇപ്പോൾ കോണ്ടക്റ്റ് ഡിസോർഡർ എന്ന് പറയുമ്പം നമ്മൾ പണ്ട് സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റിൽ കോണ്ടക്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഒരു കുട്ടി ഓവറോൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, അതിൻ്റെ സ്വഭാവം എങ്ങനെ, ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ഇതെല്ലാം ഇന്ന് നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ വളരെ അധികം നിഷേധമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ സ്ലീപ്പ് ഡിസോർഡർ നമുക്കറിയാമല്ലോ, ഇന്ന് വെളുക്കുന്നവരെയും കുട്ടികളും യങ് അഡൽസും ഒക്കെ ചാറ്റിങ്ങും മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരവും ഒക്കെ ആയിട്ട് ശരിക്കും ഉള്ള ഉറക്കം, പിന്നെ ചാലഞ്ചസ് ആണ്. ഇന്ന് സോഷ്യൽ വേൾഡ് എക്സ്പോഷർ വളരെ കൂടുതലാകയാൽ ആരൊക്കെയോ എന്തൊക്കെയോ അവർ സിഗ്നേച്ചേഴ്സ് ഉണ്ടാക്കണം, എന്തൊക്കെയോ ആണ്, സ്വയം ആണ് അല്ല എന്നുള്ള ധാരണയും തെറ്റിദ്ധാരണയും കുട്ടികളുടെ ഇടയിൽ ഉണ്ട്. കൊച്ചു കുട്ടികളുടെ ഇടയിൽ തന്നെ ഇന്ന് ബുള്ളിങ്, ഭീഷണി ചെറിയ കുട്ടികളുടെ ഇടയിൽ തന്നെയും സ്കൂളിൽ മറ്റുമൊക്കെ ഇന്ന് കണ്ടുവരുന്നുണ്ട്. സ്വാർത്ഥത, സെൽഫിഷ്നെസ്, വളരെയധികം റിസ്ക് നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥിതിക്ക് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ യങ് അഡോളസൻസ് അടിമപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് റോൾ മോഡൽസ് എടുത്തു കാണിക്കാനില്ല. സംസ്കാരം, സംസ്കൃതി എന്നത് നല്ല പുസ്തകങ്ങൾ വായിച്ച് വളരുന്ന അവസ്ഥ, അപ്പോൾ നമ്മുടെ റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നില്ല ഇൻ വൺ കോണ്ടെക്സ്റ്റ്. എങ്ങനെ നമ്മൾ വായിച്ച് വളരുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഗുണങ്ങൾ നഷ്ടമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ, മൊബൈലിൽ അവർക്ക് എന്തും കാണാം, അവരിഷ്ടം, എന്തൊക്കെ കാണുന്നു അതും അവരുടെ ഇഷ്ടം മാത്രം. അപ്പോൾ ആരുമായിട്ടൊക്കെ ഇവർ കണക്റ്റഡ് ആകുന്നു, അതും അവരുടെ താല്പര്യം അല്ലാതെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര റിസ്ക്കാണ്. കാരണം എക്സ്പോസ്ഡ് ആയിപ്പോയി. ഇന്ന് സ്വകാര്യതയില്ല, പ്രൈവസി ഇല്ലാത്ത തലമുറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സൈക്കോളജിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, യങ് അഡൽട്സ്, യങ്സ്റ്റേഴ്സ്, കൗമാരക്കാരികൾ, കുട്ടികൾ, കിഡ്സിൻ്റെ ഇടയിൽ, ചിൽഡ്രൻസ് ഒക്കെയും ഇന്ന് വളരെയധികം അത്യാവശ്യമാണ് ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ്. 5 വയസ്സ് പ്രായം മുതൽ തന്നെ ഇന്ന് കുട്ടികൾക്ക് അത്യാവശ്യമുണ്ട് നല്ല രീതിയിൽ അവരെ മോഡിഫൈ ചെയ്തെടുക്കാൻ. കാരണം ഈറ്റിംഗ് ഡിസോർഡർ, സ്ലീപ്പ് ഡിസോർഡർ, പിന്നെ അതുപോലെ സെക്ഷുവൽ ഡിസോർഡർ, പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇങ്ങനെ ഇന്നത്തെ പേരൻസിന് അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്ന അപ്പൂപ്പൻ, അമ്മൂമ്മ, മാതാപിതാക്കൾ മാത്രമല്ലല്ലോ കുട്ടികളെ നോക്കുന്നത്. ഇന്ന് കൊച്ചു കുട്ടികളെ ആണെങ്കിൽ പോലും ജോലിക്ക് പോകുന്നവർക്ക് അവരെ പേരൻസിനെ ഏൽപ്പിക്കേണ്ടി വരും. അപ്പോൾ തലമുറ, ആ വ്യത്യാസം ഭയങ്കര അന്തരമാണ്. അപ്പോൾ അതിൻ്റേതായ ഒത്തിരി ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് സൈക്കോളജിക്കലായിട്ട് കൺഫ്യൂസ്ഡ് ഡിജിറ്റൽ വേൾഡാണ്. ടെക്നോളജിയൊക്കെ നല്ലതാണെങ്കിലും പക്ഷെ ഉപയോഗം മോശമായിപ്പോയി. അതിനാൽ ഞാൻ കൊല്ലം ഐത്തിലെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. നമുക്ക് സ്വന്തമായിട്ടും മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. നമുക്കിവിടെ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഹിപ്നോതെറാപ്പിയും അഡോളസൻ്റ് കൗൺസിലിങ്ങും ഫാമിലി തെറാപ്പിയും ഒക്കെ ഉണ്ട്. വന്ന് പ്രയോജനപ്പെടുക. മരുന്നില്ല, 100% സുരക്ഷിതമാണ്. നിങ്ങൾക്ക് റിസൾട്ട് ഗ്യാരണ്ടീഡാണ്. കാരണം ഭക്ഷണം കഴിക്കാതിരിക്കുക, ചിലപ്പോൾ സ്ട്രെസ്സ് കൊണ്ട്, അല്ലെങ്കിൽ ശരീരം വണ്ണിച്ചു പോകും,
അപ്പോൾ ബോഡി ഷെയ്മിങ് അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ആത്മഹത്യയിൽ വരെ കൊണ്ടെത്തിക്കും. ഇന്നെല്ലാം വളരെ സീരിയസ് നേച്ചേർഡാണ്, ഗൗരവമായിട്ടാണ് ജീവിതത്തെ വീക്ഷിക്കുന്നത്. ഒരു ഫണ്ണില്ല. മറ്റൊരു തലത്തിലാണ് ഈ കൗതുകം നടന്നു പോകുന്നത്. അതുകൊണ്ട് ശരീരശുദ്ധിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സൂക്ഷിക്കണം. 9605743596 എന്ന നമ്പർ വിളിക്കുക, വരിക, സേവനം നേടുക, പ്രയോജനപ്പെടുത്തൂ, കുട്ടികളെ രക്ഷിക്കൂ. കൊച്ചു കുട്ടികൾ മുതൽ 5 വയസ്സ് മുതൽ നമുക്ക് നോക്കാം. ഒരു മരുന്നുമില്ല, സുരക്ഷിതമാണ്. വരിക.